പിള്ളേര് മാതാപിതാക്കൾ ചോറൊക്കെ പൊതിഞ്ഞ് വളരെ സ്നേഹത്തോടെ പാടുപെട്ട് വളർത്തുന്ന കുട്ടികള് ബീച്ചിൽ വന്ന് ഇരിക്കുകയാണ്, ബോയ് ഫ്രണ്ട് ഗേൾ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞ്. ഇന്ന് കാലം അങ്ങനെ ആയത് എന്താണെന്നറിയാവോ? പിശാചെന്ന സാത്താൻ മനുഷ്യരെ വഴിതെറ്റിക്കുന്ന ഒരു കാലമാണ്. ആ വഴിതെറ്റിച്ച് അവർ നശിച്ചു പോകാതിരിക്കണം. ലഹരിയും മദ്യവും സുലഭമായി കിട്ടുന്ന ഒരു നാളുകളായി ഈ കാലഘട്ടത്തിൽ നമുക്ക് കാണാം. പൊതികളിലൂടെ, ചെറിയ പൊതികളിലൂടെ മയക്കുമരുന്നും മയക്കുമരുന്നും കഞ്ചാവും ഒക്കെ വിൽക്കുകയാണ്. കോളേജിന്റെ സ്കൂളിന്റെ വാതിക്കൽ നമ്മുടെ കുഞ്ഞുങ്ങളെ വഴിതെറ്റിക്കുന്നു. അത് ഭയങ്കര പിശാചിന്റെ പ്രവൃത്തിയാണ്. പിശാചിന്റെ തലയെ യേശു തകർത്തതാണ്. ഇനി യേശു വീണ്ടും വരുമ്പോൾ ഈ നമ്മുടെ മക്കളെ, നമ്മുടെ തലമുറകളെ, യുവാക്കളെ വഴിതെറ്റിക്കുന്ന ഈ സാത്താനെ പിടിച്ചു കെട്ടി തീപ്പൊയിൽ തള്ളാനാണ് യേശു വരാൻ പോകുന്നത്. യേശുവിൽ വിശ്വസിക്കുന്നവരെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. നിങ്ങൾ യേശുവിൽ വിശ്വസിക്കണം. നിങ്ങൾ മാനസാന്തരപ്പെടണം. പാപങ്ങളെ ഏറ്റുപറഞ്ഞ് ഉപേക്ഷിക്കണം. നമ്മൾ പലരും പാപത്തിൽ, ഞാൻ വലിയ പാപിയായിരുന്നു, ഞാൻ പറഞ്ഞല്ലോ, മദ്യവും മയക്കുമരുന്നും കഴിച്ച എന്നെ രക്ഷിച്ചത് ഈ യേശുവിന്റെ തിരുവെഴുത്തുകൾ, വചനമാണ്. ഞാനല്ലെങ്കിൽ എന്നെ ചോദിക്കാൻ ആരുമില്ലായിരുന്നു. ഞാൻ തകർന്നു പോകേണ്ടുന്ന സ്ഥാനത്ത് എന്നെ രക്ഷിച്ചത് യേശുവാണ്. എൻ്റെ ഭാര്യ ഒരു പ്രൊഫസറായിട്ട് മാറി. 1000 രൂപ ശമ്പളം വാങ്ങിച്ച എൻ്റെ ഭാര്യ PhD എടുത്ത്, ഡോക്ടറേറ്റ് എടുത്ത് ഒരു കോളേജിലെ പ്രൊഫസറായി, ഇന്നും പ്രൊഫസറായിട്ട് ജോലി ചെയ്യും. ഇതെടുത്തപ്പോൾ, ഈ വചനം എടുത്ത, ഈ ബൈബിൾ എടുത്തവൻ ആരും നശിച്ചിട്ടില്ല. നിങ്ങളൊന്ന് രഹസ്യത്തിലൊന്ന് പ്രാർത്ഥിച്ചു നോക്കി വീട്ടിൽ. നിങ്ങൾക്ക് അന്ന് രാത്രി നിങ്ങൾക്കുണ്ടാകുന്ന മാറ്റം നിങ്ങളൊന്ന് അറിയണം. ഈ പുസ്തകം വാങ്ങിച്ചെന്ന് പോകണം എല്ലാവരും, കേട്ടോ, എല്ലാവരും വാങ്ങിച്ചെന്ന് പോകണം. ഒന്ന് ഇങ്ങനെ ഒന്ന് പിടിച്ചൊന്ന് പ്രാർത്ഥിക്കും. എൻ്റെ ജീവിതത്തിൽ മാറ്റം തരണം, എൻ്റെ മക്കളെ ഒന്ന് അനുഗ്രഹിക്കണം. ഇതേ കുഞ്ഞുങ്ങളെയൊക്കെ ഇരിപ്പുണ്ടല്ലേ, അവരെയൊക്കെ ഒന്ന് അനുഗ്രഹിക്കണം. ദൈവം ഒന്ന് പ്രാർത്ഥിക്കും. ആ പുസ്തകമൊക്കെ ഒന്ന് വായിക്കും. നമുക്ക് ഏത് പുസ്തകവും വായിക്കാം. എങ്ങനെ ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം നമുക്കുണ്ട്, ഇല്ലേ? ഉണ്ട്. അതുകൊണ്ട് നിങ്ങൾ അനുഗ്രഹിക്കപ്പെട്ടവരായി മാറണം. നിങ്ങളെ ദൈവം അനുഗ്രഹിക്കുന്നു, നിങ്ങളെ സ്നേഹിക്കുന്നു. ഞാൻ പറഞ്ഞതിൽ സന്തോഷമുണ്ടോ? എല്ലാവർക്കും സന്തോഷം?